ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ലളിതമായി ആർക്കും എങ്ങനെ വോട്ട് ചെയ്യാമെന്നതിനെക്കുറിച്ചും എന്തെല്ലാം രേഖകൾ കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ചും നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണേ. നമ്മുടെ നാടിൻ്റെ ഭരണം അടുത്ത 5 വർഷത്തേക്ക് ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു സുവർണാവസരമാണിത്. അപ്പോൾ സ്വയം ആലോചിച്ച് തീരുമാനമെടുത്തൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തുടങ്ങാം. വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകും മുമ്പ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കാനുണ്ട്. അതായത് പലർക്കുമുള്ളൊരു സംശയമാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റുകൾ വേണമെന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. താഴെ പറയാൻ പോകുന്ന 9 അംഗീകൃത രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതിയാൽ മതിയാകും. 1 വോട്ടർ ID കാർഡ്, 2 ആധാർ കാർഡ്. കന്നി വോട്ടർമാർക്കൊക്കെ ID കാർഡ് ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് ആധാർ കാർഡ് കയ്യിൽ കരുതിയാൽ മതി. 3 പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ പാൻ കാർഡ്, അതുമില്ലെങ്കിൽ ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് പാസ്ബുക്ക്. പിന്നെ 7ാമത്തത് കേന്ദ്ര സംസ്ഥാന ജീവനക്കാരാണെങ്കിൽ അവരുടെ ID കാർഡ് ഏതെങ്കിലും ഒന്ന് മതി. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, സ്മാർട്ട് കാർഡ്, അതുപോലെ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്കുള്ള ID കാർഡ് ഏതെങ്കിലും ഈ 9 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ ബൂത്തിലേക്ക് പോകും മുമ്പേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഓൺലൈൻ വഴി ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എത്ര വോട്ട് ചെയ്യാനുണ്ട് എന്നതാണ്. നിങ്ങൾക്ക് 1 വോട്ടാണോ അതോ 3 വോട്ടാണോ ചെയ്യാനുള്ളത് എന്നത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതായത് നിങ്ങളൊരു ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 വോട്ട് ചെയ്യാനുണ്ടാകും. ഇനി അതല്ല മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ താമസിക്കുന്നവരാണെങ്കിൽ 1 വോട്ട് ചെയ്താൽ മതി. ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് 3 വോട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാർക്കൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തെ വോട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കാനാണ് 1ാമത്തെ വോട്ട്. വോട്ടിംഗ് മെഷീനിൽ ഇതിൻ്റെ ലേബൽ വെള്ള നിറത്തിലായിരിക്കും. അതുപോലെ 2ാമത്തെ വോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ലേബൽ പിങ്ക് നിറത്തിലായിരിക്കും. അതുപോലെ 3ാമത്തേത് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കാണ് ചെയ്യേണ്ടത്. ഇതിന് നീല നിറത്തിലായിരിക്കും. അപ്പോൾ ഈ നിറങ്ങൾ ഓർത്ത് വെച്ചാൽ മതിയാകും. ഇനി ബൂത്തിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കയ്യിൽ കരുതുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വരികൾ ഉണ്ടായിരിക്കും. അതുപോലെ സീനിയർ സിറ്റിസൺസിനുമൊക്കെ പ്രത്യേക വരികൾ ഉണ്ടാവും. അതിൽ കൃത്യമായി നിൽക്കുക. ഇനി ബൂത്തിനുള്ളിൽ 4 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക. 1ാമത്തെ പോളിംഗ് ഓഫീസർ നിങ്ങളുടെ ID കാർഡ് വാങ്ങി ചെക്ക് ചെയ്യും. 2ാമത്തെ ആൾ രജിസ്റ്ററിൽ നോക്കി നിങ്ങളെ കൊണ്ട് ഒപ്പിടിക്കും, അല്ലെങ്കിൽ വിരലടയാളം പതിപ്പിക്കും. 3ാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ഇടത് ചുണ്ടുവിരലിൽ അവർ മഷി പുരട്ടും. അതോടെ നിങ്ങൾ വോട്ട് ചെയ്തു എന്നതിൻ്റെ തെളിവായി. ഇത് കഴിഞ്ഞാൽ നേരെ വോട്ട് ചെയ്യാനുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ വോട്ടിംഗ് മെഷീനിൻ്റെ മുന്നിലെത്തി ഗേസ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. നമ്മുടെ വോട്ട് രേഖപ്പെടുത്താൻ പോവുകയാണ്. ഈ മെഷീനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. വോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തുക. നിങ്ങൾ ബട്ടൺ അമർത്തുമ്പോൾ ആ ചിഹ്നത്തിൻ്റെ അടുത്ത് ഒരു ചുവന്ന ലൈറ്റ് തെളിയും. അതോടൊപ്പം ഒരു നീണ്ട ബീപ്പ് ശബ്ദവും കേൾക്കാം. ഈ ബീപ്പ് ശബ്ദം കേട്ടാൽ മാത്രമാണ് നിങ്ങളുടെ വോട്ട് മെഷീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കാൻ പറ്റൂ. ബീപ്പ് ശബ്ദം കേട്ടില്ലെങ്കിൽ അവിടെയുള്ള പ്രിസൈഡിംഗ് ഓഫീസറോട് പറയണം. അക്കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കണം, മറക്കരുത്. ബീപ്പ് ശബ്ദമാണ് ഫൈനൽ കൺഫർമേഷൻ. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുന്നവർ മേൽപ്പറഞ്ഞ പ്രക്രിയ 3 തവണ ചെയ്യണം. 3 ബീപ്പ് ശബ്ദം കേട്ട ശേഷം മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് പോകാവൂ. ഇനി അവസാനമായി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, വോട്ടിംഗ് സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. കഴിയുന്നതും നേരത്തെ പോയി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ എല്ലാവർക്കുമുള്ള സംശയമാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ തരുന്ന സ്ലിപ്പിൻ്റെ കാര്യം. ആ സ്ലിപ്പ് കയ്യിലുണ്ടെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇതൊരിക്കലും ID കാർഡല്ല. വോട്ട് ചെയ്യാൻ സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്.